വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. ഓ വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. അപ്പൻ ചോദിച്ചാൽ കല്ല് തരുന്ന ജഡത്തിലെ പിതാവാരുള്ളൂ. അപ്പൻ ചോദിച്ചാൽ കല്ല് തരുന്ന ജഡത്തിലെ പിതാവാരുള്ളൂ. ആത്മാവിനെ അധികമായി നൽകുമെൻ സ്വർഗപിതാവ്. ഓ ആത്മാവിനെ അധികമായി നൽകുമെൻ സ്വർഗപിതാവ്. വരും 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 യേശു വരും. തരും 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 യേശു തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മലയൻകീഴിൽ നിന്നും ഓമന എന്ന പേരുള്ള സിസ്റ്ററാണ്. ഈ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തൻ്റെ വസ്തു വിൽക്കാൻ കഴിഞ്ഞുവെന്നാണ്. കർത്താവ് ചെയ്ത കൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഈ സിസ്റ്റർ പറയുന്നത് തൻ്റെ കാൽമുട്ടിന് വേദനയുണ്ട്, ഉപ്പൂറ്റിക്ക് വേദനയുണ്ട്. അത് പൂർണ്ണമായി സൗഖ്യമാകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സിസ്റ്റർ പ്രയാസമുള്ള ഭാഗത്തോട്ട് കൈകൾ വെച്ചാട്ടെ. വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ സിസ്റ്ററിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ കാൽമുട്ടിനായിരിക്കുന്ന ആ പ്രയാസം മാറട്ടെ അപ്പാ. ഉപ്പൂറ്റിയിലുള്ള ആ വേദന മാറട്ടെ അപ്പോൾ. അവിടുത്തെ ശക്തി ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യം ഇപ്പോൾ ആ ശരീരത്തിൽ ചലിക്കട്ടെ. ആ വേദന മാറിപ്പോകട്ടെ അപ്പാ. ഇപ്പോഴത് അനുഭവിക്കട്ടെ അപ്പാ. തൻ്റെ ശരീരത്തിൽ അത് അനുഭവിക്കട്ടെ. ആ വേദന മാറിയത് തൻ്റെ ശരീരത്തിൽ അനുഭവിക്കട്ടെ. അപ്പോൾ അവിടുത്തെ സാന്നിധ്യം ചലിക്കുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. അതേപോലെ തന്നെ കൊച്ചുമകൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന മോൾക്ക് ഉന്നതമായൊരു ജയത്തെ കൊടുക്കണം അപ്പാ. നിൻ്റെ കൃപ കൂടെ ഇരിക്കണം അപ്പാ. അപ്പോൾ ഇവർ ചോദിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്ന പോലെ ആ മകളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. ഉയർച്ചയിലേക്ക് വരട്ടെ അപ്പാ. നല്ല മാർക്കുണ്ടാകട്ടെ. അതേപോലെ ഈ അമ്മയുടെ 2 മക്കളും അനുഗ്രഹത്തോടാക്കണം. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവിൻ്റെ കൃപയിലപ്പാ ഈ കുടുംബങ്ങളായിത്തീരണം അപ്പാ. ദൈവത്തിൻ്റെ മഹത്വം ആ വീട്ടിൽ ചലിക്കണം. യേശുവേ, അവിടെ നിന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ അമ്മ ഒരിക്കൽ കൂടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പിതാവേ, വലിയ നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. അമ്മയോടുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവ് അമ്മയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നിന്റെ അതിരുകളെ വിശാലമാക്കുക എന്ന വാക്യത്തിൽ നിന്നാണ്. കർത്താവ് നമ്മളോട് പറയുകയാണ്, നമ്മളായിരിക്കുന്ന അതിരുകളെ, പ്രത്യേകിച്ച് ദൈവമക്കളുടെ അവകാശങ്ങളെ തിരിച്ചറിയുക. നീ ആയിരിക്കുന്ന അതിരുകളെ നീ വിശാലമാക്കണം. സാഹചര്യം തന്ന മതിൽക്കെട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം തന്ന പല വ്യക്തികളാൽ ഉണ്ടായ മതിൽക്കെട്ടോ അത് എൻ്റെ അതിലിൽ നിന്ന് പൊളിച്ചു കളഞ്ഞിട്ട് അതിനെ വിശാലമാക്കിയാട്ടെ. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒന്ന് പാടികെ. അവകാശങ്ങൾ പ്രാപിച്ചിടാം, ദേശങ്ങളെ കൈവശമാക്കാം. അവകാശങ്ങൾ പ്രാപിച്ചിടാം, ദേശങ്ങളെ കൈവശമാക്കാം. കൂടാരത്തെ വിസ്താരമാക്കാം, ഇടത്തോട്ടും വലത്തോട്ടും പടരാം.
കൂടാരത്തെ വിസ്താരമാക്കാം. ഇടത്തോട്ടും വലത്തോട്ടും കൈ കാണിച്ചേ. ഇടത്തോട്ടും വലത്തോട്ടും നിങ്ങൾക്കറിയാവോ, ഈ പാട്ടിന്റെ വരികൾ ഞാൻ എഴുതിയത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 2-ാം വാക്യത്തിൽ നിന്നാണ്. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കട്ടെ. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. ഞാൻ ആ വാക്യം പലപ്പോഴും വായിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ വിശാലത ദൈവമല്ലേ തരണ്ടേ? എൻ്റെ വിശാലത ദൈവമല്ലേ തരണ്ടേ? പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. കൂടാരം ഇരിക്കുന്ന ഇടം, കൂടാരം ഇരിക്കുന്ന സ്ഥലം നീ വിശാലപ്പെടുത്തണം. നീ വിശാലപ്പെടുത്തണം. നീയാണ് ആ വിശാലത കാണേണ്ടത്. നീയാണ് ആ വിശാലത വിശ്വസിക്കേണ്ടത്. നീയാണ് ആ വിശാലതയിലേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മൾ ക്രിസ്ത്യാനികൾ പലപ്പോഴും മടിയന്മാരാണ്. ദൈവം തരട്ടെ എന്ന് മാത്രം പറയുന്നവരാണ്. പക്ഷെ ദൈവവചനം പറയുന്നത്, നിങ്ങൾ ചിലതിനോട് കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ അങ്ങനെ സംഭവിക്കും. ദൈവം തരട്ടെ എന്ന് പറയുന്നവർ പറയട്ടെ. പക്ഷെ ഇവിടെ പറയുന്നത് കണ്ടോ, നീ ഇരിക്കുന്ന സ്ഥലത്തിന്റെ വിശാലത നീയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഏത് സ്ഥലത്താണ്, എത്രത്തോളം വിശാലതയിലാണ് ജീവിക്കേണ്ടതെന്ന് ദൈവം പറയാം, ഞാനല്ല തീരുമാനിക്കുന്നത്, നീ തീരുമാനിച്ചാൽ മതി. നീ തീരുമാനിക്കുന്നത് പോലെ ഞാൻ ചെയ്യാം. കേട്ടോ, ഇത് നമുക്ക് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, മതം ചിന്തിക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്തില്ല. പക്ഷെ ബൈബിൾ പറയുക, നിന്റെ വിശാലത നീ തീരുമാനിക്കണം. നീ എവിടെയാണ് ആയിരിക്കേണ്ടത് നീ തീരുമാനിക്കണം. 2025 ഫെബ്രുവരി 2-ാം തീയതി ഞാൻ നിന്നുകൊണ്ട് ഈ മാസത്തിന്റെ ദൂത് പറയുക, ചിലരുടെ വിശാലതകൾ അവർ സ്വപ്നം കണ്ടതുപോലെ ഈ ദിവസങ്ങളിൽ സംഭവിക്കുകയാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമീൻ പറ. നിന്റെ വിശാലത ലോകത്തിൽ ഒരാളുമല്ല തീരുമാനിക്കുന്നത്, ശത്രുവല്ല തീരുമാനിക്കുന്നത്, അപ്പുറത്തെ മന്ത്രവാദിയല്ല തീരുമാനിക്കുന്നത്, ശകുനം പറയുന്നവനല്ല തീരുമാനിക്കുന്നത്, ലക്ഷണം പറയുന്നവനല്ല തീരുമാനിക്കുന്നത്. നിന്റെ വിശാലത നീയാ തീരുമാനിക്കുന്നത്. ഒരു മന്ത്രവാദിക്ക് നിന്റെ വിശാലതയെ തൊടാൻ കഴിയത്തില്ല. നിന്റെ ജീവിതത്തെ തൊടാൻ കഴിയത്തില്ല. നിന്റെ വിശാലത നീയാ തീരുമാനിക്കുന്നത്. നിന്റെ കൂടാരം എവിടെ ഇരിക്കണമെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. എവിടെയാണ് വളരേണ്ടത് നീയാ തീരുമാനിക്കുന്നത്. ഞാൻ ഈ പറയുമ്പോ കൈകൾ അടിക്കട്ടെ. പക്ഷെ കൈ അടിക്കുമ്പോ നിന്റെ അകത്ത് സ്വപ്നം കൂടെ വരട്ടെ. ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്. ഹല്ലേലൂയ. കൈകൾ അടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞു. ഈ ദിവസങ്ങളിൽ സ്വപ്നം കാണുന്ന വിശാലതയിലേക്ക് ട്രിവാൻഡ്രം വരാൻ പോകുന്നു. ഞാൻ എവിടെയാ ഇരിക്കേണ്ടതെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഇവിടത്തെ പട്ടണം ഭരിക്കുന്ന ശക്തിയല്ല, ഈ ദേശം ഭരിക്കുന്ന ശക്തിയല്ല, ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റ് അല്ല. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി, നീ കാണുന്ന സ്വപ്നം, ദൈവത്തിൽ തന്നെ സന്തോഷിച്ചുകൊള്ളുക, രസിച്ചുകൊള്ളുക, ആനന്ദിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ തരും. നീ സ്വപ്നം കാണുന്നതാ നിനക്ക് തരുന്നത്, നീ ആഗ്രഹിക്കുന്നതാ തരുന്നത്, നീ ചോദിക്കുന്നതാ തരുന്നത്. നിങ്ങളെ അടുത്ത വാചകങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാവോ? അതിന്റെ മലയാളത്തിലെ അടുത്ത വാചകം, നിന്റെ കയറുകളെ നീട്ടുക എന്ന് പറഞ്ഞാൽ നിന്റെ അതിരുകളെ നീ തീരുമാനിക്കണം. അതിന്റെ കൂടെ ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, കയറുകൾ എന്ന് പറയുന്ന ടെന്റിന്റെ അതിന്റെ അഗ്രം കൊണ്ട് കെട്ടുന്ന സ്ഥലമാണ് കയറുകൾ എന്ന് പറഞ്ഞാൽ നിന്റെ അതിരുകൾ നീയാണ് തീരുമാനിക്കേണ്ടത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നിന്റെ അതിരുകൾ നീ തീരുമാനിക്കണം. നിന്റെ അതിരുകൾ നീ തീരുമാനിക്കണം. അത് ദൈവം എന്തെങ്കിലും തരണേ എന്ന് പറയുന്നവർ അവര് പറയട്ടെ, ദൈവം അവർക്ക് കൊടുക്കട്ടെ. പക്ഷേ അതിരുകളെ തീരുമാനിക്കുന്നവർ ചിലർ ഇതിനകത്തുണ്ട്. എന്റെ അതിരുകൾ ഇവിടെയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നോക്കുന്നത് ഞാൻ നിനക്ക് തരും.
നിന്റെ കണ്ണു നോക്കുന്നത് നിനക്ക് ഞാൻ തരും. നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ അഡിബോയ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കാണാം. ആഫ്രിക്കയിലെ ലോഗോസിലുള്ള അഡിബോയുടെ ചർച്ചിന്റെ വലിപ്പം നിങ്ങൾക്ക് അറിയാവോ? 3 കിലോമീറ്റർ നീളവും 3 കിലോമീറ്റർ വീതിയുമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? 3 കിലോമീറ്റർ വീതി നീളമുള്ള ഒരു ചർച്ച്. 50 ലക്ഷം പേരാണ് ഒരു ഞായറാഴ്ച കൂടുന്നത്. ഇത് ഞാൻ പറയല്ല, യൂട്യൂബിലുണ്ട്. എന്തെങ്കിലും വിളിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയയില ഞാൻ പ്രസംഗിക്കുന്നത്, ലൈവ് പോവുക. എന്തെങ്കിലും പറഞ്ഞ് നാളെ ആളുകൾ വെച്ചേക്കത്തില്ല. PG അങ്കിള്, നമ്മുടെ കേരളത്തിലെ PG അങ്കിള്, അദ്ദേഹം അവിടെ പോയി പ്രസംഗിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകം, അന്ന് പോയതിൻ്റെ അന്ന് ഒരു ചെറിയ മഴ പെയ്തു, അതുകൊണ്ട് 45 ലക്ഷം പേരെ വന്നുള്ളെന്ന്. എൻ്റെ കൂടെ ഉണ്ട് ഒരു ഹല്ലേലൂയ. 45 പേരല്ല, 45 ലക്ഷമാണ് ഞാൻ പറഞ്ഞേ. അവിടെ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ രക്ഷിക്കപ്പെട്ട ആൾക്ക് സ്റ്റേജിൽ പോകണമെങ്കിൽ 6 ലൈനുള്ള വണ്ടിയുണ്ട്. ബസ്സിൽ കയറിയാലേ അങ്ങ് ചെല്ലാൻ ഒക്കത്തുള്ളൂ, സ്റ്റേജിൽ ചെല്ലാൻ ഒക്കുള്ളൂ. നടന്നു ചെല്ലണമെങ്കിൽ 3/4 മണിക്കൂറാവും. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? സ്വപ്നം കാണുന്നതാ ദൈവം നിനക്ക് തരുന്നതാ. ഒരറ്റത്തു നിന്ന് 1 കിലോമീറ്റർ കാണാൻ കഴിയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എനിക്ക് പറ്റത്തില്ല, നിങ്ങൾക്കും കഴിയത്തില്ല. 3 കിലോമീറ്റർ അപ്പുറത്തൊരു സഭയുണ്ടാകുന്ന ഒരു സ്റ്റേജ് ഒരാൾ സ്വപ്നം കണ്ടെന്നാ. നിന്റെ അകത്തെ കണ്ണിനെ നിനക്ക് 100 കിലോമീറ്ററും കാണാം, 50 കിലോമീറ്ററും കാണാം, 1000 കിലോമീറ്ററും കാണാം, ഇവിടുന്ന് ഡൽഹി വരെയും കാണാം. നിന്റെ കാഴ്ച എവിടെയാണോ അത് നിന്റെ അതിരുകളായിരിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ വിദ്യാഭ്യാസം, നിന്റെ അറിവ്, നിന്റെ കഴിവ്, അത് നിനക്കൊരു ബോർഡർ ലൈൻ വരച്ചിട്ടുണ്ട്. എന്നാൽ നീ പറയേണ്ടത്, ലോകം എനിക്ക് വരച്ച ബോർഡർ ലൈനിലല്ല ഞാൻ ജീവിക്കേണ്ടത്, ദൈവം എന്നോട് കൽപ്പിച്ച വിശ്വാസത്തില. നിന്റെ ജാതി, നിന്റെ മതം, നിന്റെ സമൂഹം, നിന്റെ നിറം, നിന്റെ പാസ്പോർട്ട് നിനക്ക് നൽകുന്ന ഒരു ബോർഡർ ലൈൻ ഉണ്ട്. എന്നാൽ നീ പറയേണ്ടത്, നിന്റെ മതം, നിന്റെ ജാതി, നിന്റെ പാസ്പോർട്ട്, അതിനെയെല്ലാം മറികടക്കുന്നൊരു ദൈവകൃപയുണ്ട്. സ്വപ്നം കാണുന്നവർക്കായി സ്തോത്രം, സ്വപ്നം കാണുന്നവർക്കായി സ്തോത്രം. അടുത്തിരിക്കുന്നവരോട് പറ, അതിരുകളെ തീരുമാനിക്കുക. തിരുവനന്തപുരത്തിന്റെ അതിര്, ഞാനും ജൂലിയ മോളും കൂടെ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് സ്വപ്നം കാണുന്ന സ്ഥലത്തിന്റെ അതിര് അവൾ എനിക്ക് ഗൂഗിളിന്റെ മാപ്പ് കൊണ്ട് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, അങ്കിളെ ഇതാണ് ഇതിന്റെ അതിര്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇസ്രായേൽ ജനത്തെ വേർതിരിച്ച് പറഞ്ഞയക്കുമ്പോ ഇന്ന അതിരുകൾ പറഞ്ഞയച്ചാ വിട്ടതാ. നിന്റെ അതിരുകൾ നീയാ തീരുമാനിക്കേണ്ടതാ. ലോകത്തിനൊരാൾക്കും അതിരുകളിടാൻ നിന്നെ കഴിയത്തില്ല. ഈ പകൽ മനുഷ്യർ നിനക്ക് ചേരെ, മനുഷ്യർ നിനക്കിട്ടിരിക്കുന്ന അതിരുകളെ യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കുകയാണ്. വ്യക്തികൾ നിനക്ക് നേരെ ഇട്ടിരിക്കുന്ന അതിരുകളെ പൊട്ടിക്കുകയാണ്. കുടുംബങ്ങൾ നിനക്കിട്ടിരിക്കുന്ന അതിരുകളെ പൊട്ടിക്കുകയാണ്. സഭ നിനക്ക് നേരെ ഇട്ടിരിക്കുന്ന അതിരുകളെ പൊട്ടിക്കുകയാണ്. വ്യക്തികൾ നിനക്കിട്ടിരിക്കുന്ന അതിരുകളെ പൊട്ടിക്കുകയാണ്. ഞാൻ ആ അതിര് കടക്കുകയാണ്. ആ മോള് പറഞ്ഞു കേട്ടോ, ഞാൻ ജപ്പാനിൽ പോകുകയാണ്, ജപ്പാനിൽ പോകുകയാണ്. ഇന്ത്യയുടെ അതിര് പൊട്ടിയെന്ന രസം. ആമേൻ. നിങ്ങളുടെ ചില അതിരുകൾ ഈ പകൽ പൊട്ടട്ടെ. രണ്ടുപേരോടെങ്കിലും പറ, ഭാഷ നിന്നിൽ കൊണ്ടുവന്ന അതിര് പൊട്ടട്ടെ. ഓ, വിദ്യാഭ്യാസം നിനക്ക് കൊണ്ടുവന്ന അതിര് പൊട്ടട്ടെ. നിന്റെ കഴിവ് നിനക്ക് കൊണ്ടുവന്ന അതിരുകൾ പൊട്ടട്ടെ. ആ അതിരുകളെ ഈ പകൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി കടക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറികടക്കുന്നവർ എഴുന്നേൽക്കുന്നു. അതിരുകളെ മറികടക്കുന്നവർക്കായി സ്തോത്രം. ചില അതിരുകളെ പൊട്ടിക്കുന്നവർക്കായി സ്തോത്രം. ഇന്നലെ ഞങ്ങള് വൈകുന്നേരം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അഗസ്റ്റിൻ ബ്രദറിന്റെ ചേട്ടൻ എന്നോടൊരു ദൂത് പറഞ്ഞു. ബ്രദറെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെളിപ്പാട് കണ്ടു. ഞാൻ ചോദിച്ചു എന്നതാ? അദ്ദേഹം പറഞ്ഞു, ട്രിവാൻഡ്രത്തിന്റെ അതിരിൽ ഞങ്ങൾ മതിൽ കെട്ടുകയാണ്. മതിൽ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി. ഞാൻ വന്ന് പറഞ്ഞു, അവിടെ പണിയണ്ട, അപ്പുറത്തെ സ്ഥലം കൂടെ മേടിച്ചെന്ന്.
ശരി, അപ്പുറത്തേക്ക് മതിൽ പണിയാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് കഴിഞ്ഞ് പണി തുടങ്ങണേക്കാൾ മുമ്പ് വീണ്ടും പറഞ്ഞു അവിടെയും പണിയേണ്ട, അപ്പുറത്തതും മേടിച്ചെന്ന്. ഞാനത് കേട്ടപ്പോൾ പറഞ്ഞു, കർത്താവേ, കറക്റ്റ് വെളിപ്പാട്, ആതിരികളെ വിശാലമാക്കുന്ന. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ ലിമിറ്റ് നിന്റെ ചിന്തയാണ്, നിന്റെ ലിമിറ്റ് മറ്റൊരാളുടെ ചിന്തകളുമാണ്. പറഞ്ഞില്ലേ ഞാന്, നിന്റെ ലിമിറ്റ് നിന്റെ ചിന്തകളും മറ്റൊരാൾ നിന്റെ കൈകളിൽ അടിച്ചേൽപ്പിച്ച മറ്റൊരാളുടെ ചിന്തകളുമാണ്. നീ ഇത്രയൊക്കെ പോകത്തുള്ളൂ, നീ ഇത്രയൊക്കെ എത്തത്തുള്ളൂ, നീ ഇവിടേക്ക് ചെല്ലത്തുള്ളൂ. എന്നാൽ രണ്ടുമല്ല നിന്റെ തലയിലെ ചിന്തയായി കണ്ടത്. വചനം പറയുന്നതായിരിക്കട്ടെ നിന്റെ ചിന്ത. ആതിരികളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് സ്വർഗമാണ്. സ്വപ്നം കാണുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മടിയിൽ തരും അവൻ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ, ശബ്ദമേർത്തി ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്നവരോട് പറ, കാലേബിനെ പോലെ, അക്സയെ പോലെ ചിലർ എഴുന്നേൽക്കട്ടെ. അവരുടെ ആതിരികൾ വിശാലമാക്കുകയാണ്, അവരുടെ ആതിരികളുടെ വിശാലത ഉണ്ടാക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചിലരോട് ഇന്നൊരു ദൂത് പറയുക. ഈ ഞായറാഴ്ച കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച വരുന്നതിനേക്കാൾ മുമ്പ് ചിലരുടെ ലൈഫിൽ അത് വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ആതിരികൾ വിശാലമാകുന്നു, ബിസിനസിന്റെ ആതിരികൾ വിശാലമാകുന്നു. ഒരു രാജ്യത്തിലും ഞങ്ങൾ ഇല്ലാത്തതില്ല എന്ന് പറയുന്ന വിധത്തിൽ ഇതിന് വിശാലമാകുന്നു. ഒരു രാജ്യവും ഞങ്ങൾക്കല്ലാത്തതില്ല. എല്ലാ രാജ്യങ്ങൾക്കും കീഴേ, രാജ്യങ്ങൾക്കും മീതെ ഞങ്ങളുടെ കുടുംബമുണ്ട്, ജീസസ് വേൾഡ് ഉണ്ട്. അതിരുകൾ വിശാലമാകുന്നു. മിനിസ്ട്രിയുടെ അതിരുകൾ വിശാലമാകുന്നു. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, മേളിലോട്ട് പോയി അങ്ങ് അരുണാചൽ പ്രദേശ് വരെ അതിരുകൾ വിശാലമാകട്ടെ. USA, യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതിരുകൾ വിശാലമാകട്ടെ. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറ, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ നീയാണ് വിശാലപ്പെടുത്തേണ്ടത്. കൂടാരത്തിന്റെ സ്ഥലത്തെ നീയാണ് വിശാലപ്പെടുത്തേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈ ഏൽപ്പിക്കാതെ നീ ദൈവത്തോടൊപ്പം ഇരിക്കണം. സ്വർഗം നിനക്ക് തരുന്ന സ്വപ്നങ്ങൾക്കനുസരിച്ച് നിന്റെ കയറിനെ വലിച്ചു കെട്ടണം. ഇന്നലെ കെട്ടിയെടുത്ത് നീ കെട്ടരുത്, ഇന്നലെ വിചാരിച്ചെടുത്ത് വെക്കരുത്. പകരം അതിരുകളുടെ കയറിന്റെ നീളം കൂട്ടണം. ഹല്ലേലൂയ. 5 ഏക്കർ എസ്റ്റേറ്റ് ഉള്ളവൻ 10 മേടിക്ക്, 25 ആക്ക. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ആമീൻ പറഞ്ഞേ. ഞാനൊരു അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്യുന്നയാളാണ്, ഞാനൊരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നയാളാണ്. എന്നെ ഇന്ന് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചു എന്ന് പറയുന്ന വാക്കുകളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ചിലർ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ഇന്ന് നിവർത്തിയാകും. ഞാൻ ഇന്ന് പ്രവചിക്കാൻ പോകുകയാണ്, പ്രസംഗിക്കാനല്ല പോകുന്നത്. വാക്യങ്ങളാണ് പ്രസംഗിക്കാൻ പോകുന്നത്, പ്രവചിക്കാൻ പോകുന്നത്. പക്ഷേ വിശ്വസിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാം, അത് ഒന്നൊന്നായി ഈ ദിവസങ്ങളിൽ നിവൃത്തിയാകും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇത് ദൈവശബ്ദത്തിന്റെ മാസങ്ങളാണ്. ഞാൻ കടക്കുന്നത് അതിലേക്ക് കടക്കുന്ന മാസങ്ങളാണ്. This is my new season. ഈ മാസങ്ങളിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെ തിരിച്ചറിഞ്ഞിട്ട് ആ ദൈവിക അനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. കർത്താവ് ചെയ്ത വലിയൊരു സാക്ഷ്യമായിട്ടാണ് ഈ സഹോദരി വന്നിരിക്കുന്നത്. ഈ സഹോദരിയുടെ പേര് ശ്രീജ എന്നാണ്. കോഴിക്കോട് കൊയിലാണ്ടി നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. കൊയിലാണ്ടി നിന്നാണ്. ഈ സിസ്റ്റർ കഴിഞ്ഞ 8 വർഷമായിട്ട് ബ്ലീഡിംഗിൽ ഭാരപ്പെടുകയായിരുന്നു. 8 വർഷമായിട്ട്. എന്നാൽ കഴിഞ്ഞ മാർച്ച് 8 നമ്മുടെ കണ്ണൂർ പബ്ലിക് മീറ്റിംഗിൽ ഈ സഹോദരി വിശ്വാസത്തോടെ കടന്നു വന്നു. ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു, കർത്താവ് തൊട്ടു, ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി. കണ്ണൂർ മീറ്റിങ്ങിന് വന്നതാണ്. കണ്ണൂർ മീറ്റിങ്ങിന് ചേച്ചി വന്ന സമയത്ത് ഞാൻ ചേച്ചിയുടെ ദൂത് പറഞ്ഞു.
അന്ന് 8 വർഷമായിട്ട് ചേച്ചിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ നടന്നതാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 7 മാസമായി. പിറ്റേത്തെ മാസം തന്നെ എനിക്ക് റെഡിയായി വന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ആവേണ്ടതുകൊണ്ടാണ് സാക്ഷ്യം പറയാതിരുന്നത്. കഴിഞ്ഞ മീറ്റിങ്ങിന് ഞാൻ ഇവിടെ വന്നിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് അതിനുശേഷം പിറ്റേ മാസം മുതൽ നോർമലായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആമേൻ പറഞ്ഞേ. 8 വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. 8 വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 8 മാസമായിട്ട് 9 മാസമായിട്ട് തനിക്ക് നോർമലാണ്. ഒന്ന് കൈകളടിച്ചു ആമേൻ പറയാം. ഞാൻ ചേച്ചിയോട് അങ്ങോട്ട് ദൂത് പറയുകയാണോ ചെയ്തേ? ഞാൻ ഈ കാര്യം ചേച്ചിയോട് ദൂത് പറഞ്ഞു. അന്ന് മുതൽ കർത്താവ് പ്രവർത്തിച്ചു. അതൊരു വലിയ കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ചില ആളുകൾ എന്നെ കളിയാക്കുന്ന കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ദൂത് പറയുന്നു പറഞ്ഞിട്ട്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ 8 മാസമായ കാര്യമാണ്. യേശു കൊടുത്ത സൗഖ്യവും വലുതാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. യേശു ചെയ്ത നന്ദിക്ക് നന്ദി പറയാം. ബ്രദറെ, ഈ സഹോദരൻ്റെ പേര് സുഭാഷ് എന്നാണ്. ബ്രദർ വരുന്നത് പുനലൂരിൽ നിന്നാണ്. ഈ ബ്രദർ സാക്ഷ്യപ്പെടുത്തുന്നത്, ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, എനിക്കൊരു 30 സെൻറ്റ് സ്ഥലം വേണമെന്ന് ബ്രദർ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ അതായത് ഈ വർഷം ജനുവരിയിൽ ബ്രദർ മെസ്സേജ് പറയുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ദൂത് പറഞ്ഞു, നീ 30 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നിനക്ക് 1 ഏക്കർ സ്ഥലം ഞാൻ നിനക്ക് തരുമെന്ന് ബ്രദർ ദൂത് പറഞ്ഞു. ഈ ബ്രദറിനെ നോക്കിയാണ് ആ ദൂത് പറഞ്ഞു. ബ്രദർ അത് ഏറ്റെടുത്തു. എന്നാൽ ബ്രദർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്, ബ്രദറിന് 1 ഏക്കർ 5 സെൻറ്റ് സ്ഥലം തനിക്ക് ലഭിക്കുവാനിടയായി. അതുപോലെ തന്നെ സിസ്റ്റർ പറയുന്നത്, സിസ്റ്ററിൻ്റെ വീടിനോട് ചേർന്നാണ് വർക്ക്ഷോപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ ഇവിടുന്ന് മാറി എനിക്ക് വേറെ സ്ഥലം മേടിച്ച് ഒരു 5 സെൻറ്റ് സ്ഥലം എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. ഈ കുടുംബം സാക്ഷ്യം പറയുന്നത്, ഈ സിസ്റ്റർ സാക്ഷ്യം പറയുന്നത്, താൻ ആ 5 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി ചോദിച്ചു. എന്നാൽ 1 ഏക്കർ മാത്രമല്ല, ആ പ്രാർത്ഥനയുടെ ഫലമായി അതിനോട് 5 സെൻറ്റ് സ്ഥലം കൂടെ ദൈവം ചേർത്ത് കൊടുത്തു എന്നാണ് സാക്ഷ്യം പറയുന്നത്. കൈയടിച്ച് കരുതാനെ സ്തുതിച്ചേ. ഇപ്പൊ 30 സെന്റ് പ്രാർത്ഥിച്ച ആള് 1 ഏക്കർ സ്ഥലത്തിലാണ് കിടക്കുന്നത്. ബ്രദർ, ഈ സഹോദരിയുടെ പേര് സന്ധ്യ എന്നാണ്, കാരേറ്റിൽ നിന്ന് വരുന്നു. സഹോദരി പറയുന്നത്, കഴിഞ്ഞ ആഴ്ച മുഴുവൻ നടുവേദനയിൽ ഭാരപ്പെട്ടു. എന്നാൽ ആ വിഷയം ഈ ചർച്ചിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ദൈവം പരിപൂർണ്ണ സൗഖ്യം. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. നടുവേദന മാറിപ്പോയി, സന്തോഷമായിട്ട് പോയിട്ട്. കർത്താവ് ചെയ്ത അത്ഭുത സൗഖ്യങ്ങൾക്കായി നന്ദി പറയാം. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ജീവിക്കുന്ന ഒരു കർത്താവിനെ ആരാധിക്കാൻ കഴിയുന്നത്, അത്ഭുതങ്ങളിൽ നടക്കാൻ കഴിയുന്നത്, അനേകർക്ക് മുമ്പിൽ ആ കർത്താവിനെ കാണിക്കുവാനായിട്ട് അതൊരു നല്ല സാക്ഷ്യമാക്കുന്നു. അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്, ലോകത്തിന് മുമ്പിൽ അവൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ, ചിലർക്ക് അനുഭവിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളെ അനുഭവിക്കുവാൻ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളിൽ ജീവിക്കാം. എവിടെയാണോ കർത്താവിൻ്റെ കരം ചലിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ കരത്തെ സ്വീകരിച്ചാട്ടെ, ക്ഷണിച്ചാട്ടെ. ഏത് മേഖലയിലാണോ നിങ്ങൾ കുറവനുഭവിക്കുന്നത്, അതിന്മേൽ ദൈവത്തിൻ്റെ പരിവർത്തനമുണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈകൾ വെച്ചാട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ അത്ഭുതം ചലിക്കണമപ്പാ. അവിടുത്തെ കൃപയുടെ നിറവ് ഈ കുടുംബങ്ങൾ അനുഭവിക്കട്ടെ അപ്പാ. മജ്ജയിൽ പ്രയാസമായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ഹല്ലേലൂയ. ക്യാൻസർ അല്ല, പക്ഷേ തൻ്റെ മജ്ജയിൽ എന്തോ പ്രയാസം വന്നിരിക്കുകയാണ്. അതിന് സർജറി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നത് കാണാം. ദൈവത്തിൻ്റെ അത്ഭുത കരം അപ്പാ ആ വ്യക്തിയുടെ മേൽ ചലിക്കുന്നു. കൃപയ്ക്കായി സ്തോത്രം അപ്പാ. കർത്താവേ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അപ്പാ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവനുഭവിക്കട്ടെ അപ്പാ. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ നിറവനുഭവിക്കട്ടെ അപ്പാ. ഓരോ കുടുംബങ്ങൾ കർത്താവിൻ്റെ കൃപയിലേക്ക് വരട്ടെ. ഒരു റൂമിൽ കട്ടിലയിലിരുന്ന് ഇത് വാച്ച് ചെയ്യുന്നൊരു വ്യക്തിയെ കാണാം. അത് ആ റൂമിൽ നീല ബേസ് ചെയ്ത കുറച്ച് കളറുകൾ കാണാം. ഒരു പക്ഷേ ആ ബെഡ്ഷീറ്റിൻ്റെ കളറ് നീലയായിരിക്കാം, ഭിത്തിയിൽ അടിച്ചിരിക്കുന്ന കളറ് നീലയായിരിക്കാം. ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. തൻ്റെ മനസ്സിൽ ആരോടും പറയാത്ത ചില കാര്യങ്ങൾ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന ആ വ്യക്തിയോട് കർത്താവ് സംസാരിക്കുക, ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട്, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട്. അപ്പോൾ ആ വീടിന്മേൽ അവിടുത്തെ സന്ദർശനത്തെ അയച്ചതിനായി നന്ദി പറയുന്നപ്പാ. ആ വീടിന്മേൽ അവിടുത്തെ സന്ദർശനത്തെ അയച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ. ഈ കുടുംബങ്ങളെ തൊട്ടിരിക്കാൻ നന്ദി പറയുന്ന കർത്താവേ.
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു അപ്പാ. ഒരു അമ്മയും കൂടെ എനിക്ക് കാണാം. പ്ലാവിൻ്റെ ചൂട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്തോ വെയിറ്റ് ഉള്ളത് തൻ്റെ ദേഹത്ത് വീഴുവാനിടയായി. അതേ തുടർന്ന് നടുവിന് പ്രയാസമായിട്ടാണ് ആയിരിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. എന്നോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ. അപ്പാ, നിൻ്റെ വീര്യപ്രവൃത്തികൾ ചലിക്കട്ടെ അപ്പാ. അപ്പോൾ ഈ കുടുംബങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുന്ന് കൊടുത്ത വിടുതലിനായി സ്തോത്രം. സ്വർഗീയ പിതാവയോട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഓരോ ദിവസവും ആയിരിക്കാം, അത്ഭുതങ്ങളിൽ ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.